ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു മസാല കാപ്പിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ശർക്കര വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് അളവിലുള്ള കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാമിന് മേലെയുള്ള ഒരു ശർക്കര പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിന് കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി ചതച്ചതിന് പകരം നമുക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യുമിൻ സീഡ്, പിന്നെ 1 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി തിളക്കുമ്പോൾ തന്നെ ഈ ശർക്കരക്ക് നന്നായി മെൽട്ടായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സാധാരണ ചായയും കാപ്പി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു 10-15 മിനിറ്റ് കൂടുതൽ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ കാപ്പിപ്പൊടി, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കാപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റോസ്റ്റഡ് കോഫി പൗഡർ ആയിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്ത് അധികം തിളപ്പിക്കണ്ട. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് നന്നായി പൊങ്ങി വരാൻ തുടങ്ങും. ആ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അപ്പോൾ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇടാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാപ്പി റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു കാപ്പി നമുക്ക് വെറുതെ കുടിക്കാനായാലും നല്ല ചൂട് സ്നാക്സിൻ്റെ കൂടെ, നല്ല എരിവുള്ള സ്നാക്സിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.